അമ്മ പറയും, എന്റെ ഈ കുടിക്കാനുള്ള ഉപകരണം ഒന്നും ഇല്ല. എന്റെ ഈ അലവാങ്കിരിപ്പുണ്ട്. അമ്മാമ്മയുടെ എന്റെ ഈ പാരയുണ്ട്. ഞങ്ങളുടെ അച്ചായനും കൂടെ വിളിക്കുക, അന്ന് കൂന്താലിയുണ്ട്, നമുക്ക് 3 പേർ കൂടി ഇരുന്ന് കുടിക്കാം. എന്തിനാ? മേരിക്കുട്ടി ഒന്നും അറിയാതെ തലയെ തുണിയിട്ട് വേറെ ദിവസമായിട്ട് നടന്നു വരിക, കുഴി കുടിച്ചിരിക്കാൻ പറ്റും 3 പേര്. നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് നിങ്ങൾ ആരാണ്ട് കുടിച്ചതുപോലെ ആയിരിക്കുന്നത്. നിങ്ങളുടെ കാര്യം അല്ല പറയുന്നത്, ഞാൻ ഫോർ എക്സാമ്പിൾ. അപ്പൊ സഭാപ്രസംഗികരുടെ പുസ്തകത്തിൽ പറയാ, കുഴി കുടിക്കുന്നവൻ, ഒരു കുഴി നമ്മൾ കണ്ടാൽ വരുന്നവനോട് പറയണം, ബ്രദറെ അവിടെ കുഴിയുണ്ട്, അതാ ചെയ്യണം. കണ്ണ് കാണാൻ പാടില്ലാത്തവനാ വരുന്നെങ്കിൽ കൈക്ക് പിടിച്ചു പറഞ്ഞ ഇങ്ങോട്ട് മാറി നന്നാട്ട് അവിടെ കുഴി, ഇതല്ലേ ചെയ്യണ്ടേ? എന്റെ ഒരു ഉപ്പാപ്പൻ ഉണ്ടായിരുന്നു, ഇളയ ഉപ്പാപ്പൻ, ഒരു പ്രത്യേക സ്വഭാവ പ്രകൃതക്കാരൻ. അദ്ദേഹത്തിന്റെ പ്രകൃതം ഒരു പ്രത്യേക പ്രകൃതം. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കേട്ടോ, നമുക്ക് യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷെ പുള്ളി അതിൽ അങ്ങനെ നിൽക്കുന്ന ആൾ, രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഇപ്പോഴും ഉണ്ട്, സുധീഷ് എന്നാവന്റെ പേര്. അപ്പൊ മുട്ടയിലെഴിഞ്ഞ് നടന്നപ്പോ അന്നൊക്കെ മണ്ണെണ്ണ വിളക്കല്ലേ, വിളക്ക് കത്തിച്ചു വെച്ചു. അപ്പം കൊച്ചിങ്ങനെ മുട്ടയിലെഴിഞ്ഞ് വിളക്കെ പിടിക്കാൻ വല്യമ്മച്ച് പറഞ്ഞ്, മണിക്കൂട്ട കുഞ്ഞു വിളക്കെ പിടിക്കും, അതൊന്ന് പിടിച്ചു വെച്ച് പോകുന്നത് നല്ലതാണ്. പുള്ളിയുടെ പ്രകൃതി അങ്ങനെ. എടാ കൊച്ചു വിളക്ക് വേണ്ട പോ, കുഞ്ഞ് മുട്ടയിലെഴിഞ്ഞ് എന്ന് വിളക്കെ കയറി കത്തി നിൽക്കുകയല്ലേ, നല്ല രസം, കൈ പൊള്ളി. പിന്നെ അത് നെയ്യോ ഏതാണ്ടൊക്കെ തേച്ചങ്ങ് മാറ്റി, അധികം പൊള്ളിയിലെ പെട്ടെന്ന് തന്നെ കൈ അങ്ങ് മാറ്റി. അപ്പൊ പുള്ളിയുടെ അഭിപ്രായം, ഇനി മേലിൽ അവൻ വിളക്ക് പിടിക്കുകയല്ല. ഉണ്ടോ? വിളക്ക് കാണുമ്പോ അവൻ ഓടും. നമ്മളത് പിടിക്കാതെ എന്ന് പറഞ്ഞു തന്നാൽ അവൻ പിന്നെ പിടിക്കാതെ. ഇനി അവന്റെ ചുറ്റും വിളക്ക് കത്തിച്ചു വെച്ചാൽ അവൻ, ഇതാണ് പുള്ളിയുടെ രീതി, അതിന്റെ പ്രകൃതക്കാരനാണ്. അപ്പൊ ഇത് പറയാൻ വന്നത്, ഞങ്ങളുടെ നാട്ടിലെ വെള്ളം പൊങ്ങുമ്പം സമൂലം വെള്ളമാണ്, നീന്തി പോണം. അപ്പൊ എന്റെ അമ്മ പറഞ്ഞതാ, എന്റെ അമ്മ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ ഭാര്യ. ഒരിക്കലും അമ്മയും ഇദ്ദേഹം കൂടെ കായലിൽ പണിക്ക് പോവുക. അനിയന ഉപ്പാപ്പൻ, എന്റെ അപ്പന്റെ അനിയൻ, ചോറ്റുപാത്രത്തിൽ ചോറും ഒക്കെ ഉണ്ട്. ഇവര് നടന്നങ്ങോട്ട് പോകും, വെള്ളം ഇങ്ങനെ കിടക്കുക. പുള്ളി മുന്നേ പോയി ഒരു കുഴിക്കകത്ത് വീണു, കാല് കുഴിക്കകത്ത് പൊത്തോന്ന് വീണു. പുള്ളി മിണ്ടിയില്ല. ഞങ്ങളുടെ അമ്മയും ചെന്ന് സൂക്ഷയിലോട്ട് വീണു. അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ മണിക്കൂട്ട, നീ കുഴിക്കകത്ത് വീണപ്പോ പറയണ്ട. അങ്ങനെ ഒരാൾ കുഴി വീണ് ബുദ്ധിമുട്ടി പോവുകയും പുറകെ വരുന്നവര് സുഖിച്ച് പോകണ്ട, എല്ലാരും കുഴിക്കകത്ത് വീണിട്ടുണ്ട്. അദ്ദേഹം ഈ മാർഗത്തിൽ വന്നയാളല്ല, നമുക്കതങ്ങ് വിടാം. എന്നാൽ ഒരു ദൈവ പൈതൽ ഒരു കുഴി കണ്ടാൽ പറയണം, അവിടെ കുഴിയുണ്ട്. കണ്ണു കാണാൻ പാടില്ലാത്തവനാ വരുന്നെങ്കിൽ മാറ്റണം, അയ്യോ അതിലെ കുഴിയുണ്ട്, പോകരുത്. വേറൊരാളെ കുഴി ചാടിക്കാൻ കുഴിക്കുകയും ചെയ്യരുത്. അങ്ങനെ കുടിച്ചാലുള്ള കാര്യമാ 8-ാം വാക്യം ഒന്നുകൂടെ വായിര്. കുഴി കുടിക്കുന്നവൻ അത് തന്നെ വീഴും. മതില് പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും എന്ന് പറഞ്ഞാൽ മതില് സുരക്ഷിതത്തെ കാണിക്കുന്നതാണ്. ആ മതില് കിട്ടുന്നത് സുരക്ഷിതത്വമാണ്, അത് പൊളിക്കരുത്. ഇതിനകത്തെ ആത്മീക പാഠം, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമുക്കുള്ള മതില് പ്രാർത്ഥനയുടെ മതിലാണ്, വേറൊരു ഭാഗത്ത് രക്ഷയുടെ മതിലാണ്. അത് പൊളിക്കരുത്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഭാഗം കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോകും. അതെ, എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മള് 10-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിന്റെ ലാസ്റ്റ്, അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. ദൈവമക്കൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കാവും. മറ്റൊരാൾക്ക് ദോഷം വരുന്ന, പ്രയാസമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഒരാളെ തകർക്കുന്ന, നശിപ്പിക്കുന്ന യാതൊരു കാര്യവും നമ്മൾ ചിന്തിക്കരുത്.
അത് ഞാൻ സഹിതം. അത് നമ്മുടെ കൂട്ടുവിശ്വാസിയാണെങ്കിലും കുടുംബത്തിലുള്ളവരാണെങ്കിലും അയലത്തുകാരാണെങ്കിലും സ്നേഹിതരാണെങ്കിലും ആരുമായിക്കോട്ടെ, ഒരു വ്യക്തി തകർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ, മുടിഞ്ഞു പോകത്തക്ക വിധത്തിൽ, അവൻ ഇല്ലായ്മ വരുന്ന വിധത്തിൽ ഒരു കാര്യവും നമ്മൾ ചിന്തിക്കരുത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും ആ വിധത്തിൽ സമർപ്പിതരായ ഒരു നല്ല ജീവിതം നയിക്കണം. നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ, നിരൂപിച്ചാൽ, സംസാരിച്ചാൽ, പറഞ്ഞാൽ അതൊരു വീട്ടുകാർക്ക് പ്രയാസമാകുമെങ്കിൽ, ഒരു വ്യക്തിക്ക് ദോഷമാകുമെങ്കിൽ, സഭയ്ക്ക് പ്രശ്നമാകുമെങ്കിൽ, അയലത്തുകാർക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ മിണ്ടരുത്. പൗലോസിന്റെ ഭാഷ പറഞ്ഞ അതിനെ പിടിച്ചടക്കി ജയിച്ചോണം. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, അവർ നിരൂപിച്ച വായിക്ക അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. ഇത് ദാവീദ് പാടുന്ന ഒരു സങ്കീർത്തനം. തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ തനിക്ക് വിരോധമായി അനേക കാര്യങ്ങൾ ദോഷം നിരൂപിച്ചു. അതിൽ അഗ്രഗണ്യനായിരുന്നു ശൗല്, തന്റെ അമ്മായിയപ്പന. ഇതുപോലെ സൂത്രോ കുതന്ത്രോ എല്ലാം ഇരുന്ന് ചുമ്മാ ഇരിക്കുമ്പോ കയ്യിലെ വേദപുസ്തകമല്ല, കൈ കുന്തമാണ്. അങ്ങനെ നിങ്ങൾ പഠിച്ച കൈ തിരുവെടുത്തൊന്നുമല്ല, കയ്യില് ഒരു കുന്തമുണ്ട്. ഇപ്പൊ കുന്തമെന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലമാണ്. കുന്തമെന്ന് മിണ്ടാനേ ഒക്കെ അല്ല. അതുകൊണ്ട് കുന്തമെന്നങ്ങ് വായിച്ചേക്കാം. വേദപുസ്തകത്തിലുള്ള കാര്യമാണല്ലോ. പിന്നെ ഇത് പ്രശ്നമായ അപ്പൊ എനിക്കും അഥവാ ഒരു കേസ് വന്നാൽ പറയായോ ഞാൻ വേദപുസ്തകം വായിപ്പിച്ചതാണ്. നിങ്ങള് ശൗമേലിന്റെ 1-ാം പുസ്തകം 18-11 വായിച്ചു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചും കൊണ്ട് അപ്പൊ കുന്തം വേദപുസ്തകത്തിലെ കാര്യം, അതുകൊണ്ട് അതാണ് വായിപ്പിച്ചത്. സ്വയം നിരൂപിക്കുന്ന നിരൂപണങ്ങളിൽ നിരൂപിക്കുകയും അങ്ങനെ ചെയ്താൽ അത് ഇത് എനിക്കും എല്ലാവർക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദാവീദിനെ എപ്പ കണ്ടാലും കുന്തം കയറ്റണം, പള്ളക്ക് കുന്തം കയറ്റണം. എപ്പോഴും കയ്യിലൊരു കുന്തമുണ്ട്, കുന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുക. സ്വയം നിരൂപിക്കുകയായിരുന്നു. ഇന്ന് പുള്ളി മിക്കവാറും ഉച്ചയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. കുന്തം കയറ്റി പുള്ളി ഉച്ചയ്ക്ക് ലഞ്ചിന് വന്നതാ. അന്നേരം ഒറ്റ കുത്ത് ദാവീദ് മുഴിഞ്ഞു മാറി, കുന്തം ചെന്ന് പിത്തി. പിന്നെ പുള്ളി ചിന്തിച്ചു മിക്കവാറും വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാൻ സാധ്യത നിരൂപിക്കുകയായിരുന്നു. കഥകിനിടെ മറഞ്ഞു നിന്നിട്ട് കയറി വരുമ്പോ ഒരു താങ്ങ. അന്നേരം ദാവീദ് അങ്ങ് ഒഴിഞ്ഞു മാറി. നാളെ എന്തായാലും സഭായത്തിന് വരാതിരിക്കുകയല്ല, സഭായത്തിന് കുന്തം കയറ്റി സൂക്ഷം ഞാൻ കുത്തു. ഇങ്ങനെല്ലാം ഇരുന്ന് ദോഷം നിരൂപിക്കുക. സ്തോത്രം. ദാവീദിന് വിരോധമായിട്ട് ശൗൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നിരൂപിക്കും. ഞാൻ ദൈവമക്കളോട് പറയാം, കൂട്ടുവിശ്വാസിയെ തകർക്കാൻ, കൂട്ടുവിശ്വാസിയെ വകവരുത്തുവാനുള്ള യാതൊരു ചിന്തകളും വിചാരങ്ങളും നമ്മുടെ ഹൃദയത്തിൽ പോലും ഉണ്ടാകും. ചിലപ്പോൾ ഒരാളുടെ ഭാഗത്ത് നിന്ന് അപാകതകളോ ന്യൂനതകളോ ബലഹീനതകളോ പോരായ്മകളോ വരാം. നമ്മളത് മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസവും ഒരാളോട് പറഞ്ഞു, കർത്താവ് നമ്മളോട് എന്തെല്ലാം ക്ഷമിച്ചു. അതുകൊണ്ടല്ലേ ഈ ആയുസോട് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ പറഞ്ഞ് പ്രവർത്തിച്ചതെല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്തോത്രം, നട്ടലിന്റെ അസ്ഥി പോലും കിട്ടുകയല്ല തപ്പിയ, അതുകൂടെ പൊടിയേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അവിടുന്ന് കരുണയുള്ളത് കൊണ്ട്
ദയയുള്ളത് കൊണ്ട്, ആർദ്രതയുള്ളത് കൊണ്ട്, അവിടുന്ന് മനസ്സലിവുള്ളത് കൊണ്ട്, അവിടുന്ന് ദീർഘക്ഷമയുള്ളത് കൊണ്ട് ഈ പകൽ എനിക്ക് നിങ്ങൾക്ക് ആയുസ് ഒടിഞ്ഞിപ്പാനിടയായി. അപ്പോൾ അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. അപ്പൊ ശൗൽ ഇങ്ങനെ നിരൂപിക്കുക, ഇവനെ കുത്തും കൊല്ലും, ഭൂമിക്ക് മേളിൽ വെച്ചോണ്ടിരിക്കുകയല്ല. മരുമകനൊക്കെ ആ കാര്യം ശരിയാ, പക്ഷെ ഇവനെ വെച്ചോണ്ടിരിക്കുകയല്ല. ഇവനെ കുത്തി ഞാൻ കൊല്ലും. ഇങ്ങനെ നിരൂപിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാ കാട്ടിക്കൂട്ടിയത്. പുറകെ ഓടുക, വിടുകയല്ല. ദാവീദ് അവിടെ നിന്നെല്ലാം ഓടി ഓടി മാറി. കാട്ടാട്ടെ പാറ, അതുല്ലാമേ, ഏൻഗതി, ബാറാൻ മരുഭൂമി എന്ന് വേണ്ട അവിടെ എല്ലാം പോയി പാത്തിരിക്കുകയും പേടിക്കുകയും വിടുകയല്ല. ഇങ്ങനെ നിരൂപിച്ച് കുന്തം കൊണ്ട് കുത്താൻ പദ്ധതി കിട്ടു. ദാവീദ് തന്നെ അനുഭവത്തിൽ പറയാം, അവർ നിരൂപിച്ച ഉപായങ്ങളില് അവർ തന്നെ. അപ്പൊ എപ്പ കണ്ടാലും പുള്ളിയുടെ കൈ കുന്തം. ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം അവസാനം സംഭവിച്ചത്. 31-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വായിച്ചു. എന്നാൽ ഫെലിസ്ത്യരെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഫെലിസ്ത്യരായ ശൗലിന്റെ പുത്രന്മാരാകുന്ന യോനാഥാൻ, അബീനാദാബ്, മൽക്കീശുവ ഈ അഗ്രചർമ്മകൾ വന്ന് നിന്നെ കുത്തിക്കളകയും അപമാനിക്കാതിരിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വാളൂരി എന്നെ ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല അടുത്തത്. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഇനി ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടും കൂടെ ചേർത്ത് വായിച്ചു. ശൗൽ മരിക്കുകയും ദാവീദ് അമാലിക്കരെ സംഹരിച്ച് മടങ്ങി സിക്ലാഗി വന്നപ്പോൾ ഒരുത്തൻ ദൂരെ നിന്ന് പൂടി വാരിയിട്ട് വസ്ത്രം തലമൂടിക്കൊണ്ട് അവനെ പാളയത്തിൽ നോടി ദാവീദിന്റെ അടുക്കവന് സാഷ്ടാംഗം വന്ന് വീണവനെ നമസ്കരിച്ചു. നീ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചതിന് ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുക എന്ന് ഉത്തരം പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചതിന് അടുത്ത വാക്യം, ജനം പടകിൽ തോറ്റോടി അനേകര് പട്ടുപോയി. ശൗലുവിന്റെ മകൻ യോനാഥാനും പടകിൽ പട്ടുപോയി ഉത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടെന്ന് ബാല്യക്കാരുടെ ദാവീദ് ശൗലുവിന്റെ മകൻ യോനാഥാനും പടകിൽ പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചു. വർത്തമാനം കൊണ്ടെന്ന് ബാല്യക്കാരൻ ദാവീദിനോട് ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിൽ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുക. കുന്തവുമായിട്ട് നടന്നവൻ തേണ്ട കുന്തത്തെ സ്വയം നിരൂപിക്കുന്ന നിരൂപണങ്ങളില് അവർ തന്നെ പിടിപ്പെടും. കൂട്ടു സഹോദരന്റെ പള്ളക്ക് കയറ്റാൻ കുന്തവുമായിട്ട് നീ നടന്നാൽ സൂക്ഷം, ആ കുന്തത്തിൽ നീ കേറും. സ്തോത്രം. സഹോദരങ്ങളുടെ പള്ളക്ക് കുന്തം കയറ്റാൻ നീ കുന്തമെല്ലാം കൂടെ ഒരുക്കി വെച്ചാൽ സൂക്ഷം, ആ കുന്തത്തിൽ. ഇതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ദൈവം അതിന്റെ പരുവത്തിന് കൊണ്ടുവരും. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. പൗലോസ് പറഞ്ഞ പോലെ ആ പാപികളിൽ ഞാൻ ഒന്നാ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒന്നാമൻ. കൂട്ടുവിശ്വാസിക്ക് വിരോധമായി, കൂട്ടുവേലക്കാർക്ക് വിരോധമായി, കുടുംബക്കാർക്ക് വിരോധമായി, ചാർച്ചക്കാർക്ക് വിരോധമായി മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നിരൂപണം കൊണ്ടോ എന്തേലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിതം ഏറ്റുപറഞ്ഞ് അനുദപിക്കാം. കർത്താവേ, ഞാൻ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു, പറഞ്ഞു, പ്രവർത്തിച്ചു, ദൈവം എന്നോട് ക്ഷമിക്കണം. എല്ലാവരും അനുദപിക്കുക. ഈ പ്രാർത്ഥന അങ്ങനെ അനുദപിച്ചാൽ പൂർണ്ണമായ വിടുതല. സ്തോത്രം. ആവശ്യമില്ലാത്ത ഒരു നിരൂപണങ്ങളും നിരൂപിക്കരുത്. ഒരാൾക്ക് ദോഷമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ ഒടുവിൽ അതിൽ തന്നെ ചെന്ന് കയറും. നല്ല ചിന്തകൾ ആട്ടെ, ആ സഹോദരൻ അങ്ങനെ നമുക്ക് അങ്ങ് ക്ഷമിക്കാം, വിട്ടുകള, അതായിരിക്കണം മനസ്സ്. അയ്യോ, ആ സഹോദരി എന്നെ ആവശ്യമില്ലാത്ത പള്ളല്ല, അത് കുഴപ്പമില്ല, അങ്ങ് വിട്ടുകള, അവരുടെ അറിവില്ലായ്മ കൊണ്ട് വിട്ടുകള. ഈ ഒരു മനസ്സുണ്ടായിരിക്കും. സ്തോത്രം. അയ്യോ, എന്നെ ചെളി വാരി എറിഞ്ഞു, ഞാനും 2 കൊട്ട ചെളി എവിടെന്നേലും ഒപ്പിച്ചു അവൾ ഒന്ന് എറിഞ്ഞു പോയി, ഞാൻ വട്ടം നിന്ന്
വേണ്ട വേണ്ട. അവള് ചെളി വാരി എറിഞ്ഞെങ്കിൽ നമ്മൾ ആ തുണി ഒന്നുകൂടെ സോപ്പിട്ട് അങ്ങ് കഴുകിയാക്കണം. ഇച്ചിരി മെനക്കേടാണ് നമുക്ക്. സ്തോത്രം. പ്രതികാരം നമുക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഇവർ സ്വയം നിരൂപിക്കുന്ന നിരൂപണങ്ങളിൽ അവര് തന്നെ പിടിപെടും. ഈ കുന്തവുമായിട്ട് ഇങ്ങനെ പരതി നടക്കായിരുന്നു ആയുധനെ കുത്താൻ. ഒടുവിൽ ദൈവം കൊണ്ട് കയറ്റിയത് കണ്ടോ? ആ കുന്തത്തെ താണ്ട ആര് നിൽക്കുന്നു? പള്ളക്ക് ആയുധം കയറ്റി, ജീവനും പോയില്ല. ഒടുവിൽ ശൗമേലിന്റെ 2-ാം പുസ്തകം പഠിക്കുമ്പോൾ അമാലിക്കം വന്ന് വെട്ടിക്കൊല്ലുക. എന്തോ ഒരു ദയനീയമായ കാര്യമാണ്. ചാകാൻ നോക്കിയിട്ട് പോലും ഒക്കുന്നില്ല. കുന്തത്തെ ചാരി ഇങ്ങനെ ഏക്കവിട്ട് കിടക്കുക. അന്നേരം പുറകോട്ട് നോക്കിയപ്പോൾ എടുത്ത് നിൽക്കുന്ന ആരാടാന്ന് ചോദിച്ചോ. ഞാനൊരു അമാലിക്കൻ. പാടാ, എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു. ഇപ്പൊ ദാവീദ് ഒത്തിരി പരിഭ്രമം പിടിച്ച് കാട്ടാട്ടി കൂടെ. അന്നേരം പുള്ളി സന്തോഷിച്ചത് ഫേസ്ബുക്കിലും ഒക്കെ എഴുതി. എന്നെ പറയുന്ന എന്തുവാന്നോ പുള്ളി അതിലെല്ലാം എഴുതി ഒത്തിരി സന്തോഷിച്ചു. അവൻ കുറച്ചു നാളെ പരിഭ്രമം പിടിച്ചു നടക്കട്ടെ. ഇപ്പൊ തന്നെ കിടന്ന് പരിഭ്രമപ്പെടുക. ആരുമില്ല. അബ്നേരില്ല, യോവാബില്ല, പെമ്പളയില്ല, മകൻ യോനാഥാനില്ല, മെൽക്കീഷു, എല്ലാം തീർന്നു. സൈന്യാധിപന്മാരില്ല, ആരുമില്ല. ഒറ്റയ്ക്ക് കിടന്ന് പരിഭ്രമം പിടിക്കുക. അവസാനം നോക്കിയപ്പോ ആരുമില്ല. നോക്കിയപ്പോ എടുത്ത് നിൽക്കുന്നു. നീ ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിശ്വാസിയൊന്നുമല്ല, ഒരു സമുദായത്തിലുള്ള ആളാണ്. ഏത് സമുദായം? ഞാൻ അമാലിക്കനാണ്. ഇവിടെ ഞങ്ങൾ 6000 വിശ്വാസികൾ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അതെല്ലാം പോയെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങള് ഭയങ്കര ഞങ്ങളുടെ ചർച്ച നല്ല മെഗാ ചർച്ചയാണ്. ഇപ്പൊ ആരുമില്ലെന്ന് പറഞ്ഞു. നോക്കിയപ്പോ അമാലിയൊക്കെ നിൽക്കും. എന്നാ ഉള്ളതാട്ടെ, നീ വാടാന്ന് പറഞ്ഞു. അവനോട് പറയാടാ, ജീവൻ മുഴുവൻ പോയില്ല, പരിഭം പിടിച്ച് എന്നെ കൊല്ലാൻ. അവൻ വെട്ടിക്കൊന്നു. സ്വയം നിരൂപിക്കുന്ന നിരൂപണങ്ങളിൽ പിടിപെടും. അതുകൊണ്ട് നല്ല ചിന്തകളെ നമ്മുടെ ഉള്ളിൽ വരാവും. ആവശ്യമില്ലാത്ത ചിന്തകളും വിചാരങ്ങളും ഒക്കെ വരുമ്പോൾ അന്നേരം അതിനെ ശാസിക്കണം. ഇനി ആരെങ്കിലും ഒരു ദോഷം നിരൂപിച്ചുകൊണ്ട് വന്നാൽ അവരെ ക്ലിയർ ആക്കി വിടണം. അയ്യോ, അത് പാടില്ല. നമുക്ക് സഹിതം നമ്മൾ അനുദപിക്കണം. കർത്താവേ, അങ്ങ് ഹിതമില്ലാത്തതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, നിരൂപിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ന് പകൽ എന്നോട് പൊറുക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം. നമുക്ക് പാപമില്ല എന്ന് പറയുന്നത് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നുണ്ട്. എനിക്കാത്ത കുഴപ്പം ഉള്ളൂ. ഞാനെല്ലാം റെഡി ആയിട്ടിരിക്കുന്ന ചിലരുടെ ഇരിപ്പ് നോട്ടവും പാപവും ഒക്കെ കണ്ടിട്ട് അയ്യോ അനുദപിച്ചേറ്റ് പറ. നെടുമ്പാട് വീണ് കരയായി. താവേ, തെറ്റിപ്പോയി, ഭോക്ഷത്വങ്ങൾ, അപാകതകളെല്ലാം പൊറുക്കണം. ആവശ്യമില്ലാത്തത് നിരൂപിക്കുവാൻ, ചിന്തിക്കുവാൻ അനുവദിക്കരുത്. ദൈവത്തോട് പറ. ദൈവത്തിന് മഹത്വം. അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, കരുണയുള്ള ക്ഷമയാരുളും നിശ്ചയമാ. കരുണയുള്ള യേശുനാഥൻ ക്ഷമയാരുളും നിശ്ചയമായി. നന്മയ ഈ ഉലകിൽ കാണതല്ല മായയത്രേ. ആത്മതല്ല മായയത്രേ. മണ്ണിൽ നിന്റെ ജീവജാലം ക്ഷണികമാണ്, ഓർക്കുക നീ. മണ്ണിൽ നിന്റെ ജീവജാലം ക്ഷണികമാണ്, ഓർക്കുക നീ. അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു
അനുതാപത്തോടെ വേണം ഞാൻ നിങ്ങളും കടന്നു പോകാൻ. അവർ നിരൂപിച്ച നിരൂപണങ്ങളിൽ അവര് തന്നെ പിടിപെട്ട് കിടക്കുന്നു. കുന്തത്തെ ചാരി, ആയുധം പള്ളേക്കേറ്റി, അമാലേക്കം കയറി വെട്ടി കിടക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഇത് നമുക്ക് ദൃഷ്ടാന്തമാ. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ഈ കുന്തത്താൽ ഇങ്ങനെ ചാരി കിടക്കുന്ന ആൾ ആരാ? എല്ലാരെക്കാളും തോൾപ്പക്കമുള്ള പുള്ളി കിടക്കുന്നു. ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടവൻ, ചെറിയ ഗോത്രം, കടിച്ചു കീറുന്ന ചെന്നായ. കുടുംബസേട്ടത വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ബെന്യാമീൻ ഗോത്രത്തിലെയാ, ഞാൻ ശങ്കരപുരിയിലെയാ, ഞാൻ പകലോമറ്റത്തെയാ, ഞാൻ കാവാലത്തെയാ. സ്തോത്രം. ഞങ്ങൾ കുറവിലങ്ങാട്ടുകാരാ, ഞങ്ങൾ കുമ്പനാടുകാരാ. ഇതൊന്നും ദൈവത്തിന്റെ ഭാഗമല്ല. ബെന്യാമീൻ ഗോത്രക്കാരനാ കിടക്കുന്നു കുന്തത്തെ ചാരി, സ്വയം പിടിക്കപ്പെട്ട് കിടക്കുക. എല്ലാരെക്കാളും തോൾപ്പക്കമുള്ള പുള്ളി, നല്ല ഫിഗറാ കാണാൻ. പറയാ ഇത് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റാണ്, ഇതാ നിങ്ങളുടെ പാസ്റ്റർ, കാണാൻ നല്ല ഫിഗറാണല്ലോ. പുള്ളിയുടെ കൂടെ ഒരു ഫോട്ടോയ്ക്ക് പുള്ളി സമ്മതിക്കുമോ? പുള്ളിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ഇപ്പം വേണം ഫോട്ടോ എടുക്കാൻ. എങ്ങനെ ഫോട്ടോ എടുക്കുന്നവരാണ് ഇപ്പൊ കുന്തത്തെ ചാരി. സുഖത്തിലുണ്ടാം എല്ലാ കാലത്തും കൂടെ ഇരിക്കുന്നത് കർത്താവ്. അപ്പൊ എല്ലാരെക്കാളും തോൾപ്പക്കമുള്ള പുള്ളി കുന്തത്തെ ചാരി കിടക്കുന്നു. നല്ല ഫിഗറാണ്, കുടുംബസേട്ടനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, നല്ല ജാതി, ഇസ്രായേൽ ജാതിക്കാരനാണ്. സ്തോത്രം. മിടുക്കൻ, അഭിഷേകം പ്രാപിച്ചവനാണ്. തൈലപാത്രത്തിലെ തൈലം അവന്റെ തലയിൽ വീണമാണ്. ഇപ്പൊ പാത്രവും ഇല്ല, തൈലവും ഇല്ല, ആരുമില്ല. ആള് മാറിയവനെ പോലെ പ്രവചിച്ചതാണ്. പക്ഷേ നിരൂപണങ്ങൾ നല്ലതല്ലായിരുന്നു. നീ പെന്തിക്കോസിലാന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടയാളെ, എന്നെ കണ്ടാൽ അറിയാൻ മേലേ. കണ്ടപ്പോ തോന്നി. എന്നാലും പിന്നെ ഞങ്ങള് ഫാമിലി ആയിട്ട് എ.ഡി. മോസസിന്റെ കാലത്ത്, എ.ഡി. മോസസിനെ അറിയാവോ? ഇല്ല. ഗ്രാൻഡ് ഫാദറിന്റെ കാലത്ത് ഞങ്ങളുടെ വീട്ടിലല്ലയോ ഉണർവ് യോഗമല്ല നടന്നത്. നല്ല കാര്യം, പക്ഷെ നിരൂപണം നല്ലതല്ല. രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാണോ? പിന്നെ അയ്യോ, ഞങ്ങളുടെ സ്നാനം എന്ന് പറഞ്ഞ ചെറിയ കേസ് വല്ലുമായിരുന്നു. ദേശവിളകിയ സ്നാനമല്ലേ. ആ പാലത്തിന്റെ കൈവരി വരെ ആൾക്കാർ ഞാന്ന് കിടന്നത് സ്നാനം കാണാൻ. എറപ്പുഴ പാലത്തിന്റെ കാണാൻ വന്നതിൽ 3-4 പേരൂടെ മുങ്ങി. അത്ര ശുശ്രൂഷ. 5 പാസ്റ്റർമാരും നേരെ അങ്ങോട്ട് നിന്ന്. പക്ഷെ അന്ന് വീഡിയോ ഒന്ന് എടുക്കേണ്ടതായിരുന്നു. സ്നാനമൊക്കെ ഗംഭീരമാണ്, പക്ഷേ സ്നാനപ്പെട്ടിട്ടുള്ള നിരൂപണമൊന്നും. വള്ളക്കാലി അപ്പച്ചനെ മുക്കി വെച്ച് പുള്ളി ഇഷ്ടമല്ലായിരുന്നു, പിള്ളേരുടെ സമ്മർദ്ദത്തിനാ മുക്കി അങ്ങോട്ട് കയറ്റി വേണ്ട. പുള്ളി ചോദിച്ചു, സൂക്കാടങ്ങ് തീർന്നല്ലോ എന്ന്. മുക്കി അങ്ങോട്ട് കയറ്റി വിട്ട പുള്ളി തീർന്നല്ല, സൂക്കറിയാൻ പോവാൻ. പുള്ളി നേരെ വീട്ടിൽ പോയി, ഹോളിലോട്ട് പോകേണ്ടതാണ്. എങ്ങനെയുണ്ട്? അവിടെ അടുത്തന്നെ മുക്കിയപ്പോൾ അവൻ മുങ്ങി. സാധാരണ മലത്തിയല്ലേ മുക്കുന്നത്, അടക്കത്തോടുള്ള സാദൃശ്യമായത് കൊണ്ടാണ് ഈ മലത്തി. വെള്ളത്തിൽ മുങ്ങണമെന്നുള്ള അതിന്റെ പ്രമാണം. പിന്നെ കുറച്ചുകൂടെ മലത്തി മുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അടക്കുന്നത് അങ്ങനെ ആണല്ലോ. അപ്പൊ അതിന് റോമാലേഖനോട് ചേർത്ത്. അപ്പൊ എന്തായാലും കൊള്ളാം, പുള്ളിക്ക് ഈ മലത്തി മുക്കിയത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി മേല് വരുത്തിയല്ല, മൂക്കിനകത്ത് വെള്ളം കയറിയെന്ന്. മേലിൽ അങ്ങോട്ട്. അപ്പൊ ഇതൊന്നും അല്ല സ്നാനത്തിന്റെ അർത്ഥം. യേശുക്രിസ്തുവിനോട് ചേരുവാനാണ്, യേശുക്രിസ്തുവിനെ ധരിപ്പാനാണ്. അവിടുത്തെ മരണ അടക്കം പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടു, നല്ല കാര്യം, പക്ഷെ നിരൂപണം നല്ലതല്ല. സ്നാനപ്പെട്ടു, വളരെ നല്ലത്, പക്ഷെ നിരൂപണം
നല്ലതല്ല. അഭിഷേകവും പ്രാപിച്ചു. അയ്യോ, പിന്നെ മാങ്ങാനം ജോസഫിന്റെ കാലത്താ ഞങ്ങള് പിന്നെ 3 തമ്പേറാ പൊട്ടിയത്. യോഗം സന്ധ്യയ്ക്ക് തുടങ്ങി വെച്ച് വെളുപ്പിനെ 5:30 വരെ 50 പേരാ അന്ന് അഭിഷേകം പ്രാപിച്ചത്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന്, പഴയ വീരശിവൊക്കെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എഴുന്നേറ്റ് നിന്ന് പിന്നെ എന്റെ എത്ര മുണ്ടാ കീറിയെന്നറിയാവോ? അതൊക്കെ നല്ല കാര്യം. മറുഭാഷ, അയ്യോ ഭാഷകായിരുന്നു. ഞാൻ ഭാഷ പറയും, അപ്പുറം ഇരുന്ന അച്ചായൻ വ്യാഖ്യാനിക്കും. അയ്യോ കാണട്ടെ. പുള്ളി മറുഭാഷ പറയും, ഇപ്പറ ഇരുന്ന് തീ ഒക്കെ അഭിനന്ദിക്കുന്ന നല്ല കാര്യം. പക്ഷെ ഈ തീയെല്ലാം കഴിഞ്ഞ് നിരൂപിക്കുന്ന നിരൂപണം ഒന്നും നല്ലതല്ല. അയ്യോ, പുള്ളിയുടെ ബൈബിൾ ക്ലാസ് എന്തോ ബൈബിൾ സ്റ്റഡിയാ. പുള്ളിക്ക് അഗാധ പാണ്ഡിത്യമാണ്. പുള്ളിയെ പോലെ പാണ്ഡിത്യമുള്ള ആൾ ഇന്ന് വേൾഡിൽ അസാധ്യം. പുള്ളിക്ക് എല്ലാ ഭാഷയും അറിയാം. നല്ലത്. പക്ഷെ ക്ലാസ് കഴിഞ്ഞിട്ട് നിരൂപണം ഒന്നും. പുള്ളി വലിയ കൺവെൻഷൻ പ്രസംഗകനാണ്. പുള്ളിയുടെ പ്രസംഗം ആരും എഴുന്നേറ്റ് പോകുകയാണ്. എന്തോ പ്രസംഗമാണ്. പിന്നെ പാട്ടുമൊക്കെ പാടി സരസമായിട്ട് രസമായിട്ട് വലിയ വായുവിളിക്ക് പോകുന്നവനും അവിടെ നിൽക്കും. വായുവിളി വേണ്ടെന്ന് പറയും. ഭയങ്കര പ്രസംഗമാണ്. നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നുകയില്ല. നല്ല കാര്യം. പക്ഷെ ഇത് പ്രസംഗം കഴിഞ്ഞ നിരൂപണം ഒന്നും നല്ലതല്ല. സ്തോത്രം, സ്തോത്രം. പുള്ളി എപ്പോഴും ഫാസ്റ്റിംഗ്. പുള്ളി ആഴ്ച 3, പിന്നെ 21, പിന്നെ പുള്ളി എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഫാസ്റ്റിംഗ്. എപ്പോഴും ഉപവാസവും പ്രാർത്ഥന അല്ലാതെ വേറൊന്നും. അതൊക്കെ നല്ല സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിരൂപണം അറിയുന്നവനാ ദൈവം. ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും വിവേചിച്ചറിയുന്നവനാ ദൈവം. ദൈവത്തിന്റെ മകത്ത് അവിടുത്തുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അവർ സ്വയം നിരൂപിച്ച നിരൂപണങ്ങളാൽ അവർ തന്നെ ഈ നല്ല നിരൂപണങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നല്ലതല്ലല്ലോ നിരൂപിക്കുന്നേ, ആണോ? നല്ലതല്ല. ശൗല നല്ല നിരൂപണമായിരുന്നു. നല്ല നിരൂപണമായിരുന്നേ പുള്ളി ചിന്തിക്കണം, ഏതായാലും സ്തോത്രം, എന്റെ കാലം കഴിഞ്ഞ ചെറുക്കനെ മരുമകനാന്നേലും അവനെ എങ്ങനെയും അവനെ രാജമാക്കണം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, അവൻ എന്തേലും ഒരു കാര്യം ക്രമീകരിക്കണം. എന്റെ മോടെ ഭർത്താവ് നല്ല ചിന്തിച്ചത്, ഇവനെ വാക വരുത്താനാ ചിന്തിച്ചത്. അങ്ങനെ ആവശ്യമില്ലാത്ത നിരൂപണങ്ങൾ നിരൂപിച്ചത് കൊണ്ട് ആ നിരൂപണങ്ങളിൽ ശൗല് തന്നെ പിടിക്കപ്പെട്ടു. കുന്തമെടുത്ത് കുത്താൻ പരതി നടന്നു, ഒടുവിൽ ആ കുന്തത്തെ തന്നെ കയറി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് തരുന്ന ആത്മീയ പാഠം നല്ല ചിന്തകൾ, നല്ല സംസാരങ്ങൾ, നല്ല വിചാരങ്ങൾ, സൽചിന്തകൾ. അതുമായിട്ട് മുമ്പോട്ട് പോയാൽ നിനക്കും നിന്റെ സന്തതിക്കും ഒരു ദോഷവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അവർ നിരൂപിച്ച നിരൂപണങ്ങളാൽ അവർ തന്നെ പിടിപെട്ടു. 1-2 കാര്യം കൂടെ കമ്പിവാചകം പോലെ പറയാം. അടുത്തത് നിരൂപിച്ച നിരൂപണം. ദാര്യാവേശ് ഭരണത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് തന്റെ രാജ്യത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ 120 ദേശാധിപതിമാരെ നിയമിച്ചു. 120. ഇവർക്കെല്ലാം മേൽവിചാരകരായി ഒരു 3 പേര്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാള് ദാനിയേൽ. അവൻ ഉത്കൃഷ്ട മാനസനായിട്ട് വിളങ്ങിയ അപ്പോൾ ദേശത്തെ എല്ലാം നിയന്ത്രിക്കുവാൻ ഈ 120 ദേശാധിപതിമാർ. അവർക്കെല്ലാം മേൽവിചാരകരായിട്ട് 3 മേൽവിചാരകർ. ഇതെല്ലാം എന്തിനാണ്? കണക്കെല്ലാം കൃത്യമായിരിക്കണം. മഹാരാജ്യമല്ലേ, നഷ്ടം വരരുത്. രാജ്യത്തിനും രാജാവിനും ഒരു നഷ്ടം ഉണ്ടാക്കരുത്. ഈ നഷ്ടം ഉണ്ടാക്കണം, മനഃപൂർവ്വമായിട്ട് നമ്മൾ നഷ്ടം വരുത്തരുത്. മനഃപൂർവ്വമായിട്ട് വരുത്തരുത്. അത് വീട്ടിലാന്തേലും സഭയിലാന്തേലും നാട്ടിലാന്തേലും മറ്റുള്ള മനഃപൂർവ്വമായിട്ട്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്, നമുക്ക് സന്തോഷമാണ്. പക്ഷെ അത് കാണാതെ പോയാൽ നഷ്ടമാണ്. ഒരാളത് അടിച്ചു മാറ്റിയാൽ
അതും നമുക്ക് ബുദ്ധിമുട്ട്. അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും നഷ്ടം ഉണ്ടാക്കുന്ന ഒന്നും പാടില്ല. ഈ ചിലര് ഈ ശാസിക്കുകയും ചെയ്യുമ്പോ അവരോർക്കും ഓ ഇതെന്ത് ഒരാൾ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഒരു വീട്ടിൽ അമ്മയെല്ലാം ഉണ്ട്. അപ്പൊ ഈ അപ്പൻ എന്ന് വിചെറുക്കനെ അങ്ങ് വഴക്ക് പറയും. അടുക്കും ചിട്ടയില്ല. ഒരു സാധനം എടുത്ത് വെച്ചാൽ എടുത്ത് വെക്കുകയില്ല. ഇപ്പൊ ഉടുത്ത വസ്ത്രം അങ്ങോട്ട് പറിച്ചെറിഞ്ഞു, ബെഡ്ഷീറ്റ് ചുരുട്ടി കൂട്ടി കട്ടിലിനടിയിൽ എറിഞ്ഞു, ഒരു ഷൂ ഇടാണെങ്കിൽ ഒരു ഷൂ അപ്പുറത്തെ പുരയിടത്തില് ചിട്ടയില്ല. അപ്പൊ ഈ അപ്പൻ എപ്പോഴും അങ്ങ് വഴക്ക് പറയും. കുളിച്ചാൽ മുടി ചെയ്യുകയില്ല, ഡ്രസ്സ് തേക്കത്തില്ല, ഷൂ കെട്ടുന്ന ഷൂ ഉണ്ടല്ലോ അതിന്റെ ഒരു ചരടില്ല. അപ്പൊ ഇതിനെല്ലാം ഈ അപ്പൻ കൂടെ കൂടെ വഴക്ക് പറയും. നമ്മൾ ചവിട്ടി കയറുമ്പോ തൂക്കുന്ന അത് തട്ടി കയറിയപ്പോ ഒറ്റ തട്ടിന് മുറ്റത്തോട്ട് കളഞ്ഞു. ഇങ്ങനെല്ലാം ഈ ചിട്ടയില്ലാതായി ചെറുക്കൻ വളരുന്നത്. അപ്പൊ അപ്പൻ ഇതെല്ലാം വഴക്ക. അപ്പൊ ഈ ചെറുക്കൻ അങ്ങ് വൈരാഗ്യം. അപ്പുറത്തെയാണ് കൂട്ടുകാരന്റെ അപ്പനാണ് അവന് വഴക്ക് പറയുന്നു. അവിടെ എന്നാ ചെയ്താലും ചവിട്ടിയെടുത്ത് ഊരോട്ടെറിഞ്ഞാൽ പോലും മിണ്ടുകയല്ല. പുള്ളിയുടെ തലയ്ക്ക് വീളിൽ കൂടെ അവൻ അറിഞ്ഞത്. പുള്ളി അന്നേരം കുനിഞ്ഞു കൊടുത്തതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല, വഴക്കും പറയുക. അപ്പൊ ഈ വീട്ടിലെ പയ്യനടുത്തേക്കോ എന്റെ അപ്പൻ ഇത്ര കുറഞ്ഞനായല്ലോ, ഞാൻ ഈ വീട്ടിൽ ചെന്നിട്ടില്ലോ, ഇങ്ങനെ അപ്പൻ തന്നെ ആണോ എന്നുള്ള ചിന്ത ഈ ചെറുക്കനെ കൊച്ചിനെ മുതൽ അപ്പനോട് ചെറിയ വൈരാഗ്യം. എന്നിരുന്നാലും പുള്ളിക്കൊരു സാഹചര്യമാകാത്തോണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തിനേറെ പഠിക്കുന്നതിനൊക്കെ വഴക്കാക്ക. ഒടുവിൽ ഇവൻ പറ്റ പഠിച്ച ഒരു ഇന്റർവ്യൂവിന് പോയി. അപ്പൊ ഇവന്റെ ചിന്ത, എനിക്ക് ഇന്റർവ്യൂവിലെ ജോലി കിട്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് അങ്ങ് മാറണം. അപ്പന്റെ ശകാരവിനി കേൾക്കണ്ടല്ലോ. കഷ്ടിച്ച് മാർക്ക് മേടിച്ചാ ജയിച്ചെന്നതിൽ ഇന്റർവ്യൂവിന് പോവുക. അപ്പൊ ഇവന് ഇന്റർവ്യൂ അവിടെ ചെന്നപ്പം 5 പേരെ എടുക്കുന്നുള്ളൂ, പക്ഷെ 500 പേരുണ്ട്. അപ്പൊ ഇതിന് മനസ്സിലായി പരുവൊക്കെ ആ കൂടെ പ്രതീക്ഷയ്ക്ക് എന്നതാ. ജോലി കിട്ടിയച്ച് വേണം അപ്പനിട്ട് ഒരു താങ്ങാൻ. അതാ ഇവന്റെ ഉള്ളിലെ ചിന്ത. പക്ഷെ 5 പേരെ അവിടെ എടുക്കുന്നുള്ളൂ, 500 പേരോളം. അപ്പൊ ഇവന് അടുത്തിരുന്നോട് ചോദിച്ചു മാർക്ക്. അവർക്കെല്ലാം 85% മാർക്ക്, ഇവന് അറ്റപ്പറ്റ. അപ്പൊ ഇതിന് മനസ്സിലായി രക്ഷയില്ല. എന്നാലും വന്നതല്ലേ. ഒടുവിലെ ഇവന്റെ ഊഴം, ഇവന്റെ പേര് വിളിച്ചപ്പോ ഇവൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഇവനെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലെ ഈ അപ്പന്റെ ശകാരമല്ല ഇവൻ ഓർത്തിരിക്കുക. കയറി അങ്ങോട്ട് ചെന്നപ്പോ ഈ നഷ്ടം വരുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇവൻ കയറി ചെന്നപ്പം ചുമ്മാ ലാസ്റ്റ് ഇവനാ ഫാൻ കടന്ന് ചുമ്മാ കറങ്ങുന്നു. ഒത്തിരി പേര് വന്നിരുന്നു. ഇവനെ ആ ഫാനല്ല അങ്ങ് നിർത്തി, ലൈറ്റും ആവശ്യമില്ലാതെ അത് വന്ന് കെടുത്തി. അവിടെ ചവിട്ടി കയറുന്നത് തെന്നി കിടക്കുന്നു. അവനത് കിടക്കുന്നു കസേരയൊക്കെ കയറി ചെന്ന് ഇവനെ നോക്കി. അവനെ മുടിയെല്ലാം ഒന്നുകൂടെ ചീകി, അവന് ടൈ ഉണ്ടായിരുന്നു അതെല്ലാം വൃത്തിയാക്കി, പാൻറ് പക്കം ഒന്ന് ഇട്ട് അവനെ ചെന്ന്. അപ്പൊ ഇതെല്ലാം ചെയ്തേച്ച് അകത്തോട്ട് ചെന്നപ്പോ ഇന്റർവ്യൂവിലിരുന്ന ചുമതലപ്പെട്ടവരവനെ നോക്കി, മാർക്ക് ലിസ്റ്റ് എല്ലാം മേടിച്ചു, കാര്യമെല്ലാം നോക്കി വെച്ച് പറഞ്ഞു എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇവൻ അന്തം വിട്ടുപോയി. 85% മാർക്കുള്ളവരെല്ലാം ചൂട്ട് പോലെ പോന്നു. മിടുക്കന്മാരും വിദ്യാഭ്യാസം ഉള്ളവരെല്ലാം ചൂട്ട്. അപ്പൊ ഇവനെ അല്പം ഭയപ്പെട്ടാന്ന് ചോദിച്ചു എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ കാരണം. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ വരുന്നവര് ഈ ഓഫീസും ഈ സ്ഥാപനവുമായിട്ട് എന്തെങ്കിലും കൂറുണ്ടോ ഉള്ളവരെയാ ഞങ്ങള്, വിദ്യാഭ്യാസമല്ല ഇവിടുത്തെ വിഷയമാ ഒക്കെ ഞങ്ങൾ പിന്നെ പഠിപ്പിച്ചോളാം. സ്ഥാപനത്തോടൊരു കൂറ് വേണ്ടേ? വെറുതെ ഭാൻ കടന്ന് കറങ്ങുക, നഷ്ടം ഉണ്ടാക്കുക, വന്നവനല്ല ഒന്നുകൂടെ കറക്കേച്ച് പോവുക, കയറിയവനെല്ലാം ചവിട്ടി ഒന്നുകൂടെ തെന്നിച്ചേച്ച്. കാരണം സെലക്ട് ചെയ്തില്ലെന്ന് പറയുമ്പോ പിന്നെയും ചവിട്ടി തെന്നിച്ചേച്ചാ പോകുന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു, നീ വന്നപ്പം മുതല് ഈ സ്ഥാപനത്തോട് കൂറ് പുലർത്തി ഇത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു.
ഇവന്റെ ആയുസിൽ ആദ്യം ചെയ്തത് കഥയാന്നേലും ഇവൻ തിരിച്ചു വീട്ടിൽ വന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്നേരമായി ഇവന് മനസ്സിലായത് അപ്പനി പറഞ്ഞതല്ല എന്ത് ഗുണമായ. പ്രായമുള്ളവരും നമ്മളെക്കാൾ അറിവുള്ളവരും നമ്മളെ ശാസിക്കുന്നതും വഴക്ക് പറയുന്നതും കേൾക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പം വൈരാഗ്യവും ബുദ്ധിമുട്ടും തോന്നുന്നു. കർത്താവ് താമസിച്ചാൽ പിന്നത്തേതിൽ അത് അനുഗ്രഹമായിരിക്കും.